ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഇന്നലെ ഹയർസിൻ്റെ ബഡ്സ് കേസുമായി ബന്ധപ്പെട്ട കേസ് അപ്പീൽ വാദിക്കാതെ തള്ളി നീക്കുന്ന ഒരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ജഡ്ജി ചോദിച്ചിരുന്നത്. ഈ അക്കൗണ്ട് SBIയിൽ കോമ്പറ്റൻ്റ് അതോറിറ്റി അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് ഹോം സെക്രട്ടറി ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല, 2 ആഴ്ച കൂടി നീട്ടിവെക്കണം എന്നൊരു രീതിയിൽ ഹോം സെക്രട്ടറി PP ആവശ്യപ്പെട്ടു. എന്നാൽ അത് അനുവദിക്കാതെ വേണമെങ്കിൽ 10 ദിവസം തരാം, അതുകൊണ്ട് കേസ് 9-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 9-ാം തീയതി പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി അതിൻ്റെ പാസ്ബുക്ക് എൻ്റെ മേശപ്പുറത്ത് കാണണം എന്ന രീതിയിലാണ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളമാണ്. നിക്ഷേപകരുടെ ലിസ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ തട്ടിപ്പ് കമ്പനിയാണ്. തട്ടിപ്പ് കമ്പനി പറയുക, നമ്മുടെ അക്കൗണ്ടുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസൊക്കെ പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾക്ക് കണക്കൊന്നുമില്ല. നമുക്ക് ആകെയുള്ളത് നമ്മുടെ FIR ഇട്ട 67 ലിസ്റ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ള പച്ചക്കള്ളം പറയുകയാണ്. ഈ കമ്പനി സെയിൽ ചെയ്തതിന് ശേഷമാണ് ഇവർ നിങ്ങൾക്ക് കിട്ടാനുള്ളത് പോസിറ്റീവാണ്, നിങ്ങൾക്ക് കിട്ടാനുള്ളത് നെഗറ്റീവാണ്, നിങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കാണിക്കും, കുറവേ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നെഗറ്റീവ് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ടത് ഇത്രയാ, നിങ്ങൾക്ക് കിട്ടാനുള്ള ഇത്രയാന്നൊക്കെ പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ തിരിമറി നടത്തിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ ഇവർ പാടിക്കൊണ്ട് നടന്നിരുന്നത് 1,50,00,000 ആൾക്കാരുണ്ടെന്നും, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ മുതൽ 16 ലക്ഷം എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുന്നു. 35,000 വക്കാലത്ത്, അത് വേറൊരു പാട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളൊന്നും തന്നെ കോടതിയിൽ പറയാൻ ഇവർക്ക് നാവ് പൊങ്ങിയില്ല, ധൈര്യമില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് 67 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇവർ പുറമേ പാടി നടക്കുന്നത് 16 ലക്ഷം എന്നും, ഉള്ളിലെത്തിയാൽ കോടതിക്കുള്ളിലെത്തിയാൽ 67 എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കോടതി എല്ലാവരുടെയും ആർക്കൊക്കെയാണ് പണം കൊടുക്കാനുള്ളത്, ആരുടെയൊക്കെയാണ് പണം വാങ്ങിയിരിക്കുന്നത്, അവരുടെ കംപ്ലീറ്റ് ലിസ്റ്റ് FIR ഇട്ടവരുടെയും ഇല്ലാത്തവരുടെയൊക്കെ കണക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്നാണ് പറയാനുള്ളത്. എന്തായാലും കേസ് ഫെബ്രുവരി 9